യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ ദിവസം ദൈവവചനം നമുക്ക് കേൾക്കാം. ഇന്ന് ഞായറാഴ്ച ദിവസം കേൾക്കുന്ന വചനം ഒരു വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നാളെ മുതൽ 9 ദിവസത്തേക്ക് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ ഈ വരുന്ന 9 ദിവസവും ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി ശുശ്രൂഷകർ ഞങ്ങൾ ഓരോരുത്തരും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണ്. ഉപവാസ പ്രാർത്ഥനയായി മാറ്റി പ്രാർത്ഥിക്കുവാണ് നാളെ മുതലുള്ള 9 ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഒക്ടോബർ മാസം 1-ാം തീയതി മുതലുള്ള നിയോഗ പ്രാർത്ഥന ഒരനുഗ്രഹവും ഒരത്ഭുതവും ഒരടയാളവുമായി മാറാൻ ഒരുങ്ങുകയാണ്. നിങ്ങളും ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമല്ലോ. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സഹായം എനിക്കും നിങ്ങൾക്കും ലഭിക്കട്ടെ. ഇന്ന് നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഗിദെയോൻ പറയുന്നൊരു വാക്കാണ്, ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഞാൻ എൻ്റെ കാഴ്ച തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്ത് 1 ഏഫാ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ച വെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാർ അതിന്മേൽ ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. ഇത് ഗിദെയോൻ ദൈവത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിലുണ്ടായപ്പോൾ അപ്പവും ഇറച്ചിയും കാഴ്ചയായി സമർപ്പിക്കുന്ന ഒരു സമയം കാഴ്ചയായി കൊടുത്തു. ഗിദെയോൻ ഒരു പരാജിതനെ പോലെ ഒളിച്ചിരുന്നവനാണ്. മുന്തിരിച്ചെക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ഒളിച്ചിരുന്ന മിദിയാൻകാരെ പേടിച്ച് ഭയപ്പെട്ട് ഒളിച്ചിരുന്ന ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം പരാജയമായി, ഇനി ഒരിക്കലും ഒന്നും നേടാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഗിദെയോൻ. ആ ഗിദെയോൻ്റെ ജീവിതത്തിലാണ് ദൈവിക ഇടപെടലുണ്ടായത്. അപ്പോൾ ഗിദെയോൻ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചു, ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. അത് ദൈവത്തിൻ്റെ ദൂതൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ദൈവം സ്വീകരിച്ചു. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അതിനെ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോന് മനസ്സിലായി. പിന്നീട് 7-ാം അധ്യായത്തിൽ കാണുന്നത് ഗിദെയോൻ ഒരു വലിയ പോരാളിയായി മാറിയെന്നും മിദിയാൻകാരെ ഗിദെയോൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിജയം അവിടെ ഉണ്ടായി എന്നുമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളെ കൊടുക്കുന്നത് ഒരു അനുഗ്രഹത്തിന് കാരണമാണ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ സമയം. കുറച്ച് സമയം നമുക്ക് ദൈവസന്നിധിയിൽ ഇതുപോലെ കൊടുക്കാൻ പറ്റും. ഈ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഗിദെയോൻ കാഴ്ചവെച്ചതും കൊടുത്തതൊന്നും വെറുതെ ആയില്ല, ഒന്നും നഷ്ടമായില്ല, ഉപകാരമില്ലെന്ന് പറയാൻ ഇടവന്നില്ല. ആ കൊടുത്തതും ആ കാഴ്ച സമർപ്പിച്ചതൊക്കെ അനുഗ്രഹമായി. ആ മനുഷ്യനെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിച്ചു. പേടിച്ച് ഭയപ്പെട്ട ഒരു പരാജിതനെ പോലെ മുന്തിരിച്ചെക്കിൽ ഗോതമ്പ് മെതിച്ചുകൊണ്ട് ഒളിച്ചിരുന്നൊരു മനുഷ്യനെ ഒരു വലിയ നേതാവാക്കി മാറ്റി. ഇതുപോലെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ചില ആളുകൾ മനസ്സും അടുത്ത് വിഷമിച്ചിരിക്കുന്നവരാ. അവർ ചിന്തിക്കുന്നത്, ഇനി എന്നെക്കൊണ്ടൊന്നും ആകത്തില്ല,
ഇനി ഞാൻ വിജയിക്കത്തില്ല എന്നൊക്കെ സ്വയം ചിന്തിക്കുവാണ്. സ്വയം മടുത്ത്, മനസ്സു മടുത്ത് ഇരിക്കുന്നവരുണ്ട്. റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നവരുണ്ട്. ആളുകളോട് മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഒത്തിരി ഉൾവലിഞ്ഞു പോകുന്ന പ്രകൃതമുള്ളവരുണ്ട്. എൻ്റെ ജീവിതമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ഗിദെയോൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതുപോലെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവം ഇടപെടും. പുറകിൽ കടന്ന ഗിദെയോനെയാ ദൈവം ഇപ്പോൾ മുന്നിലെത്തിച്ചത്. പിറകിൽ കടന്ന ഗിദെയോനെയാ. ഒരാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗിദെയോൻ എന്ന വ്യക്തിയെ കൊണ്ട് ദൈവം ഇത്രയും വലിയ കാര്യം ചെയ്യുമെന്ന്. വലിയ കാര്യമാണ് ഗിദെയോനിലൂടെ ദൈവം ചെയ്തത്. ഒരു വലിയ വിജയമാണ്. മിദ്യാൻകാരുടെ മേൽ വലിയൊരു വിജയമാണ് ഉണ്ടായത്. ഗിദെയോനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഒറ്റയാളെ എന്ന പോലെ നീ മിദ്യാൻകാരെ തോൽപ്പിക്കുമെന്ന്. അപ്പോൾ ഗിദെയോൻ പറയുന്നുണ്ട്, അയ്യോ കർത്താവേ, ഞാൻ വളരെ അശുവാണ്, ഞാൻ ബലഹീനനാണ്, നിസ്സാരനാണ്, എന്നെക്കൊണ്ട് അതിനുള്ള കഴിവോ കെൽപ്പോ ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ച ഗൗരവമായൊരു കാര്യമാണ്. ഗിദെയോൻ കൊണ്ടുവന്ന് കൊടുത്തു, അപ്പവും മാംസവും കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. അത് ദൈവം സ്വീകരിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വലിയ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുങ്ങുവാണ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വചനം കേൾക്കുക. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു 5-10 മിനിറ്റ് ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുന്ന സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന സമയമാണ്. അത് എന്നെ ഒരു വിജയാളിയാക്കി മാറ്റും, ഒരു വിജയമുള്ള ഒരാളാക്കി മാറ്റും. എന്നെ അത് ഒത്തിരി പേരുടെ പിറകിലേക്ക് കൊണ്ടുപോയി താഴ്ത്തി ചവിട്ടിക്കൂട്ടുമെന്നല്ല. ഇന്ന് ഒരുപാട് പേരുടെ പിറകിലാണെങ്കിലും ഒരുപാട് പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം നിന്നെ അവിടെ എത്തിക്കും. നമ്മുടെ ജീവിതം, ഈ ഗിദെയോൻ ഒരുപാട് പേര് ഒളിച്ച് പാത്തു വരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വിജയാളിയായിട്ടാണ്, ഒരു വിജയിച്ച ഒരാളെ പോലെയാണ്. ആ വിജയം ദൈവത്തിൽ നിന്ന് കിട്ടിയൊരു വിജയമാണ്. അത് അനുഗ്രഹമായി കിട്ടിയ വിജയമാണ്. നിങ്ങൾക്കും കിട്ടട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ വിജയമായി അനുഗ്രഹമാകുന്ന ചില വിജയങ്ങൾ. അനുഗ്രഹമാകുന്ന വിജയം. എവിടെയെങ്കിലും തല താഴ്ത്തിയോ ഒളിച്ചോ, കടക്കാരെ പേടിച്ച് കൊടുക്കാനുള്ള പണം, പല കാര്യങ്ങൾ ഒളിച്ചും പാത്തും ജീവിതത്തിൽ ജീവിക്കുന്നവരുണ്ട്, മാറി ജീവിക്കുന്നവരുണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല, എവിടെയോ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഈ പല സാഹചര്യങ്ങളിലും പരാജയപ്പെട്ട ഒരാളാണോ, നിങ്ങളെ മുൻപന്തിയിലെത്തിക്കാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഗിദെയോൻ്റെ ജീവിതത്തിൽ ഇടപെട്ട പോലെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നിങ്ങൾ ആരും പറയരുത് ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ പറ്റിക്കലാണ്, ഇതൊക്കെ കളിപ്പീരാണെന്നൊന്നും പറയണ്ട. ദൈവസന്നിധിയിൽ കാഴ്ചവെക്ക്. ഒന്നും പണമോ സ്വർണമോ വെള്ളിയോ ആഭരണങ്ങളോ ഒന്നും കാഴ്ചവെക്കാനൊന്നും ഇല്ലേലും, ദശാംശമോ ഒന്നും കാഴ്ചവെക്കാനൊന്നും ഇല്ലേലും ഭയപ്പെടുകയൊന്നും വേണ്ട. നിനക്കുള്ള കുറച്ച് സമയം ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റുമോ? ഒരു 5-10 മിനിറ്റ് ദൈവത്തിൻ്റെ വചനം കേട്ട് ആ വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുമോ? അത് നിന്നെ കുറെ കൂടി പിറകിലാക്കുമെന്നല്ല, കുറെ കൂടി മുൻപന്തിയിലെത്തിക്കാൻ കാരണമാകുന്ന ദൈവശക്തി നിന്നിൽ വരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഗിദെയോനെ പോലെ ദൈവിക ഇടപെടൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയമാണ് ഈ 5-10 മിനിറ്റ്. ഞങ്ങളുടെ കുടുംബം തകർന്നു പോകാനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനോ ഒന്നും ഇടയാകത്തില്ല. എവിടെയൊക്കെയോ ദൈവം കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ദൈവം നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ചയാണ്. ലോകം മുഴുവൻ അർപ്പിക്കുന്ന വിശുദ്ധ ബലികളോട് ചേർത്ത് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങളെ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒക്ടോബർ മാസത്തെ പ്രാർത്ഥന അനുഗ്രഹമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. നാളെ മുതൽ ഞങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ്. 1-ാം തീയതി വരെ. 1-ാം തീയതി മുതലാണ് നിയോഗ പ്രാർത്ഥന തുടങ്ങുന്നത്. അന്നു മുതൽ ഉപവാസം, അത് തിങ്കളാഴ്ച മുതൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാണ്. ഈ പ്രാർത്ഥന അനുഗ്രഹമാകാൻ, കഴിഞ്ഞ 2 വർഷങ്ങളിലേക്കാൾ അനുഗ്രഹവും അത്ഭുതവുമാകാൻ തുടർന്നുള്ള 1-ാം തീയതി വരെ ഉപവാസമെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരുങ്ങുകയാണ്. 4-ാം വെള്ളിയാഴ്ച, ഈ വരുന്ന 4-ാം വെള്ളിയാഴ്ച ഈ മാസമാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിച്ചത്. ഈ 4-ാം വെള്ളിയാഴ്ച ഈ ആലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് കാരണമാകുന്ന കൽക്കുരിശിൻ്റെ തിരുനാൾ പോലെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ഓർക്കാൻ
ആഗ്രഹിക്കുവാണ്. നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. നാളെ വൈകുന്നേരം മുതൽ 7:30 വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ 9 ദിവസം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം 7:30 മുതൽ 5-10 മിനിറ്റ് നിങ്ങൾക്ക് സാധ്യമായ ഓരോരുത്തരും അത് കാണുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുക. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി ആഗ്രഹിച്ചിരിക്കുന്നവരെ, നിയോഗത്തെ, വ്യക്തികളെ, കുടുംബങ്ങളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നയിക്കണമേ. ഇത് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരു കുടുംബവും തകർന്നു എന്ന് കേൾക്കാനിടയാകരുത്. അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു എന്ന് കേൾക്കാനിടയാകരുത്. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പോലും പരാജയപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത്. അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് കേൾക്കാനിടയാകണം. അനേകം സാക്ഷ്യങ്ങളുണ്ടാകണം, രോഗസൗഖ്യങ്ങളുണ്ടാകണം, അത്ഭുത വിടുതലുകളുണ്ടാകണം, അത്ഭുത മാനസാന്തരങ്ങളുണ്ടാകണം. തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് അനുഗ്രഹമുള്ള, ആരാധനയുള്ള, പ്രാർത്ഥനയുള്ള, വിശ്വാസമുള്ളൊരു തലമുറയെ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കാൻ കാരണമാകണം. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, മന്ത്രവാദത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമല്ലവർക്കും അയച്ചു കൊടുക്കുക. ഈ വചനം നിങ്ങളെ സഹായിക്കും, ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കും, ഈ വചനം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നാളെ 5:30 കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.